ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെ മാക്രോ റെക്കോർഡ് ചെയ്യാം. നമ്മുടെ സാമ്പിൾ ഡാറ്റ ഉണ്ട് ഇവിടെ, കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ ബാലൻസ് ഡ്യൂ. നമ്മളിത് ഫോർമാറ്റ് ചെയ്യുന്നത് മാക്രോ വെച്ച് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഡെവലപ്പർ മെനു ക്ലിക്ക് ചെയ്യുക, അതിലാണ് മാക്രോ ഇരിക്കുന്നത്. ഈ ഡെവലപ്പർ മെനു നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാൻ പറ്റും. ഡെവലപ്പർ മെനു ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇവിടെ റെക്കോർഡ് മാക്രോ എന്ന് പറയുക. ഇപ്പോൾ ഞാനിവിടെ റെക്കോർഡ് മാക്രോ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു മാക്രോ നെയിം കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് കസ്റ്റമർ എന്ന് പറയുന്നു, സേവ് കൊടുക്കുക. ശേഷം നമുക്കിവിടെ ഫോർമാറ്റിംഗ് ചെയ്യാം. അതിവിടെ നമുക്ക് ഒരു കോള ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ ഇൻസേർട്ട് എന്ന് പറയുക. നമുക്കാണ് ഇവിടെ ഒരു കോള ഇൻസേർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കസ്റ്റമർ എന്ന് പറയുന്ന ഈ ലിസ്റ്റിനെ നമുക്ക് ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് നെയിം ആക്കാം. ഇനി ഇത് സെലക്ട് ചെയ്യുക, ഇതിനെ 2 കോളത്തിലോട്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഡാറ്റ ക്ലിക്ക് ചെയ്യുക. ഈ ഡാറ്റ മെനുവിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ടു കോളം ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡീലിമിറ്റഡ് ക്യാരക്ടേഴ്സ് വെച്ച് കോമ അല്ലെങ്കിൽ ടാബ് ആയിരിക്കും. ഫിക്സ്ഡ് വിഡ്ത്ത് അല്ല സെലക്ട് ചെയ്യേണ്ടത്, ഇവിടെ ഡീലിമിറ്റഡ് ആണ്. ഇത് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഇപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടില്ല, അപ്പോൾ നമുക്കിവിടെ സെമി കോളം വെച്ചിട്ടില്ല, ഇവിടെ നമ്മൾ കോമയും വെച്ചിട്ട് ഇവിടെ സ്പേസ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് 2ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇത് സെപ്പറേറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം, ഈ ബട്ടൺ അമർത്തുക. അതിനുശേഷം ഈ 2 കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും ഈ ബട്ടൺ അമർത്തുക, ഇവിടെ ഫിനിഷ് പറയുക. അപ്പം നമുക്ക് കാണാം ഇത് സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിവിടെ ഫോർമാറ്റൊക്കെ അപ്ലൈ ചെയ്യാം. ബോൾഡ് ആക്കാം, Ctrl+V പ്രസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഒരു 0ക്ക് മുകളിലുള്ള വാല്യൂസ് നമുക്ക് കാണണം. കൂടുതൽ ഡ്യൂ ഉള്ളവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടി ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് റൂൾസ് എടുക്കുക. ഇവിടെ ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഇവിടെ ലെസ് ദാൻ ഉണ്ട്. നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് ഫോർമാറ്റ് സെറ്റ് 0ക്ക് മുകളിലാണെങ്കിൽ ഇവിടെ 0 കൊടുക്കുക. 0ക്ക് മുകളിലുള്ളത് റെഡിൽ കാണിക്കാൻ പറയുന്നു. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടല്ലോ, ഈ ഒരു ലിസ്റ്റ് നമുക്ക് ഫോർമാറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ഡെവലപ്പറെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മാക്രോയുടെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. സോ നമ്മുടെ മാക്രോ റെഡിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പഴയ ഇതിലോട്ട് പോവുക. ഇപ്പം നമ്മളിൽ പഴയ റെക്കോർഡ് ഉണ്ട്, നമുക്കൊന്ന് മാക്രോ റൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡെവലപ്പറിൽ പോവുക. ഇവിടുന്ന് മാക്രോസ് എടുക്കുക. ഇവിടെ ഫോർമാറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞാണ് നമ്മുടെ മാക്രോയുടെ പേര്. അത് റൺ ചെയ്യുക. ഇപ്പോൾ കാണാം നമുക്കത് ഫോർമാറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, മാക്രോ അപ്ലൈ ചെയ്ത്. നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ മാക്രോ ഒന്ന് റൺ ചെയ്യാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ഡെവലപ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസേർട്ടിനകത്തുനിന്ന് ഒരു ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ആ ബട്ടൺ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഈ ബട്ടണിൽ എരിഞ്ഞത് ആക്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഫോർമാറ്റ് കസ്റ്റമർ എന്ന് പറയുന്നു. നമുക്ക് ഈ ബട്ടണെ അമർത്തി കഴിഞ്ഞാൽ ഈ മാക്രോ ഇവിടെ റൺ ആയിക്കോളും.